നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. കഴിഞ്ഞ വീഡിയോയിൽ കൊറോണയ്ക്ക് ശേഷമുള്ള പ്രതിരോധത്തിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. ഇന്നത്തെ വീഡിയോ കൊറോണയെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് വീണ്ടും കൊറോണ വല്ലാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. കൊറോണയുടെ മരണങ്ങൾ കൂടുന്നു, ഹോസ്പിറ്റലുകളിൽ കൂടുതൽ രോഗികൾ അഡ്മിറ്റ് ആവുന്നു. അങ്ങനെ പലവിധ ന്യൂസുകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനുള്ളൊരു ചെറിയൊരു പ്രതിവിധി, കഴിഞ്ഞ കൊറോണയുടെ കാലത്ത് ഞാൻ ഈ പറയുന്ന മരുന്ന് കഴിച്ച് പലരുടെയും അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. അതിനെല്ലാം നല്ല തെളിവുകളുമുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. പകരം എന്താണ് ആ മരുന്ന് എന്ന് നോക്കാം. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന, നമുക്ക് നമ്മുടെ അയലത്തു നിന്നൊക്കെ കിട്ടുന്ന സുലഭമായ സാധനങ്ങൾ, ഒരു അധികം പൈസയൊന്നും മുടക്കില്ലാതെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. അതിന് വേണ്ടത് ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല, ഒരു പിടി തുളസി ഇല, 3 വെറ്റില, ഒരു 9 കുരുമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 4 പല്ല് വെളുത്തുള്ളി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഇവയെല്ലാം കൂടി ചതച്ച് 3 ഗ്ലാസ് വെള്ളത്തിൽ തിളപ്പിച്ച് 1 ഗ്ലാസ്സാക്കി വറ്റിച്ച് പനശർക്കര ചേർത്ത് 3 നേരം കഴിക്കുക, 3 ദിവസം. ഇത് ഒരാൾക്കുള്ളതാണ്. വീട്ടിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെങ്കിൽ ഇതേ പ്രപ്പോർഷനിൽ മറ്റുള്ളവർക്കും കൂടി ചെയ്യണം. കുട്ടികൾക്കാണെങ്കിൽ ഇതിൽ 1/2 ഗ്ലാസ് കൊടുത്താൽ മതിയാവും. രോഗികളല്ലാത്തവർ 3 ദിവസം കഴിച്ചാൽ മതി. രോഗികൾ, എന്തെങ്കിലും അസ്വസ്ഥതയുള്ളവർ 7 ദിവസം തുടർച്ചയായിട്ട് കഴിക്കുക. കൊറോണ എന്നല്ല, എല്ലാത്തരം വൈറൽ ഫീവറുകൾക്കും ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു മരുന്നാണിത്. ഉപയോഗിച്ച് നോക്കുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.